ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. സന്ദീപിനെ രാജീവ് കെട്ടിയിട്ടിരിക്കുകയാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നു. കോടതിയിൽ അവന്തികയ്ക്ക് അനുകൂലമായി ഒരു മൊഴി കൊടുക്കാമെന്ന് നീ വിചാരിക്കേണ്ട. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നിന്നെ കൊന്നു കളയും ഞാൻ എന്ന് പറയുന്നു. ഈ സമയം രാജീവിന് ഒരു കോള് വന്നു. ഒരു മാൻ മിസ്സിംഗ് കേസ്. അവസാനം നിന്നെ കണ്ടെത്താൻ നിന്റെ ഏട്ടത്തിയമ്മ പോലീസിന്റെ സഹായം തേടിയെന്നും രാജീവ് പറയുന്നുണ്ട്. ഒരു മാൻ മിസ്സിംഗ് കേസ് ആ മൂർത്തിയുടെ കയ്യിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് വാങ്ങിച്ചു വെച്ചിട്ട് ഒരു രസീത് കൊടുത്തു വിടാൻ ഞാൻ അങ്ങ് പറഞ്ഞു. സ്റ്റേഷനിൽ ചെന്നാൽ ഉടൻ തന്നെ ഞാനത് ചുരുട്ടിക്കൂട്ടി ചവിറ്റുകൊട്ടയിൽ എടുത്തെറിയും. തൽക്കാലം നീ ഇവിടെ കിടക്ക്, എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് രാജീവ് അങ്ങോട്ടേക്ക് പോകുന്നു. ഡാ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അലറുകയാണ് സന്ദീപ്. പിന്നീട് കാണിക്കുന്നത് സച്ചി വരുന്ന വഴിയിൽ സച്ചിയെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അവന്തികയും മൂർത്തിയും കൂടി. സച്ചിയോടൊപ്പം സച്ചിയുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി. വണ്ടിയെടുത്ത് മാറ്റടാ എന്ന് സച്ചി ദേഷ്യത്തോടെ മൂർത്തിയോട് പറയുന്നു. അതൊക്കെ മാറ്റാമെന്ന് മൂർത്തിയും അവന്തികയും പറയുന്നുണ്ട്. ആദ്യം സന്ദീപ് എവിടെയെന്ന് പറ, നാളെ കോടതിയിൽ ഹാജരാക്കേണ്ട അവനെ നീ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, ഓഹോ അത് ശരി, അപ്പോൾ അവൻ നിങ്ങളുടെ കസ്റ്റഡിയിലില്ലേ? എവിടെ പോയി? കുറച്ച് നാളായിട്ട് ദുഷ്ടശക്തികളുമായിട്ടാണല്ലോ കൂട്ട്. ദേ എനിക്ക് സച്ചി പറയുമ്പോൾ മൂർത്തി പറയുന്നു, വെറുതെ ഉടക്കാൻ നിൽക്കരുത്. നിങ്ങൾ സന്ദീപിനെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് സന്ദീപ് എവിടെയുണ്ടെന്ന് പറയുന്നേ നിനക്ക് നല്ലത്. അവനെ കാണാഞ്ഞിട്ട് 2 ദിവസമായി. അതിനു പിന്നിൽ നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുന്നു, ഇനി ഒരക്ഷരം മിണ്ടിപ്പോവരുത്. ഞാനും അനിയനും ശത്രുക്കളാണ്. നിങ്ങളാണ് അവനെ ഞങ്ങളിൽ നിന്നും അകറ്റിയത്. ശത്രുപക്ഷത്താണെങ്കിലും ഞങ്ങൾ ഒരേ ചോരയാണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞാനങ്ങ് വന്നേക്കും. വലിച്ചു പുറത്തിട്ട് തുണ്ടമായി വെട്ടി നുറുക്കും ഞാൻ. സ്വന്തം അനിയന് വേണ്ടിയിട്ടാകുമ്പോൾ സച്ചി വെറും വാക്ക് പറയില്ല, അറിയാലോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ മൂർത്തി പറയുന്നു, എന്താടാ നീ മേഡത്തെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇത് കേട്ടപാടെ സച്ചി മൂർത്തിയുടെ കാരണത്തടിച്ചു. മര്യാദയ്ക്ക് ഇവരെ വിളിച്ചോണ്ട് പോയിക്കോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇവരും വാങ്ങിക്കും എന്ന് സച്ചി പറയുന്നു. ഡാ എന്ന് ദേഷ്യത്തോടെ അവന്തിക പറഞ്ഞ് ചുറ്റും നോക്കുന്നുണ്ട്. ആൾക്കാർ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇവരെ വിളിച്ചുകൊണ്ട് വേഗം സ്ഥലം വിട്ടേ എന്ന് സച്ചിയുടെ ഫ്രണ്ട് പറയുന്നു. മേഡം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് പോകാമെന്ന് മൂർത്തി. നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് അവന്തികയും പോകുന്നു. നമുക്ക് കാണാം എന്ന് സച്ചിയും പറയുന്നുണ്ട്. എടാ അവർ പറഞ്ഞത് സത്യമാണോ? 2 ദിവസമായിട്ട് അവനെ കാണുന്നില്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോയെന്ന് സച്ചി പറയുന്നു. എടാ ഇതൊക്കെ അവരുടെ നാടകമായിരിക്കുമെന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. സന്ദീപ് നാളെ കോടതിയിൽ വരികയും സാക്ഷി പറയുകയും ചെയ്യും. നമ്മളെ മണ്ടന്മാരാക്കാനുള്ള പരിപാടിയായത്. സച്ചി പറയുന്നു, ഇനിയിപ്പോൾ അവർ പറഞ്ഞ സത്യം ആയിരിക്കുമോ എന്തോ? ഇവർക്കറിയില്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോയതായിരിക്കും എന്ന് ടെൻഷനോടെ സച്ചി വിചാരിക്കുന്നുണ്ട്. എന്നാൽ അവന്തിക അറിയാതെയാണ് മൂർത്തി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. അവന്തിക ഈ കാര്യം അറിഞ്ഞ ശേഷം മൂർത്തിയെ വഴക്കു പറയുന്നു. താൻ എന്തു പണിയാടോ ഈ കാണിച്ചത്? എന്നോടൊരു വാക്ക് ചോദിച്ചൂടായിരുന്നോ? എന്തിനാ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തത് എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. നാളെ ഇനിയിപ്പോൾ എന്തെങ്കിലും അവന് സംഭവിച്ചാൽ നമ്മൾ അവനെ കൊലപ്പെടുത്തിയെന്ന് മറ്റുള്ളവർ സംശയിക്കില്ലേ? അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതേ എന്ന് മൂർത്തി പറയുന്നു. തനിക്ക് ബുദ്ധിയില്ലേ മൂർത്തി? ഈ പരിധിയിലെ സ്റ്റേഷൻ ചാർജ് രാജീവിനാണെന്നുള്ള കാര്യം മൂർത്തി മറന്നോ? ഈ പരാതി കിട്ടുമ്പോൾ തന്നെ നമ്മളെ പൂട്ടാനുള്ള പണി രാജീവ് കണ്ടെത്തുമെന്നും സന്ദീപിനെ കാണാനില്ല എന്നുള്ള കാര്യം പുറത്ത് ആരും അറിയരുതെന്ന് പ്രത്യേകം ഞാൻ മൂർത്തിയോട് പറഞ്ഞതല്ലേ എന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നു, അങ്ങനെയൊന്നും സംഭവിക്കില്ല മേഡം. നാളെ കോടതിയിൽ പോകുന്നതിന് മുന്നേ സന്ദീപ് നമ്മുടെ അരികിലെത്തും എന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. അവന്തിക പറയുന്നു, നാളെ എൻ്റെ തലവര നിശ്ചയിക്കുന്ന ദിവസമാണ്. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. നേരം പുലരുമ്പോൾ സന്ദീപ് ഇവിടെ ഉണ്ടാകണം. അത് മൂർത്തിയുടെ ഉത്തരവാദിത്വമാണ്. അത് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ മുന്നിൽ വന്നു പോവരുത് എന്നും അവന്തിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അർച്ചനയെ. ഗൗരിയാണെങ്കിൽ സോഫയിൽ കിടന്നുറങ്ങി. അർച്ചന അതുവഴി വന്നപ്പോൾ ഗൗരിയുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പർ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ വലിച്ചു കയറിയ ആ ഒരു ടിക്കറ്റ് ഇപ്പോൾ ഒട്ടിച്ചു വെച്ചിട്ട് അതുമായി കിടന്ന് ഉറങ്ങിപ്പോയിരിക്കുകയാണ് ഗൗരി. അത് കയ്യിലെടുത്തിട്ട് അർച്ചന ഇങ്ങനെ ചിന്തിക്കുന്നു, അച്ഛനും അമ്മയും ഒരുമിച്ച് യാത്ര പോകാൻ വിചാരിച്ചതാണ് എൻ്റെ കുട്ടി. പക്ഷേ ഇവളുടെ സ്വന്തം അച്ഛൻ ഗോകുലല്ല എന്നും ഒരുപാട് സ്നേഹിക്കുന്ന സച്ചിയാണ് ഇവളുടെ അച്ഛനെന്ന് ഞാൻ എങ്ങനെയാണ് ഇവളോട് പറയുന്നത്? അഥവാ ഞാൻ പറഞ്ഞാൽ തന്നെ ഗൗരിമോൾ അത് വിശ്വസിക്കുമോ? ഇത്രയും കാലം അച്ഛ എന്ന് വിളിച്ചതും ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കൊടുത്തതും ഗോകുലാണ്. അതൊക്കെ മറന്ന് അവരെ തമ്മിൽ വേർപിരിക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കും? എന്നാലും സത്യങ്ങൾ ഒരു ദിവസം എൻ്റെ കുഞ്ഞ് അറിഞ്ഞേ പറ്റൂ. പക്ഷേ എങ്ങനെ? ഗോകുൽ അച്ഛനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഗൗരിമോൾ അത് വിശ്വസിക്കുമോ? ഇവൾക്ക് അത് സഹിക്കാൻ കഴിയുമോ? ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഈശ്വര എന്നൊക്കെ അർച്ചന വിചാരിക്കുന്നുണ്ട്.
ഈ സമയം ഗോകുൽ ബൈബിൾ എടുക്കുകയാണ്. ബൈബിളിൽ തൻ്റെ ഭാര്യ ഇസബല്ലയുടെ ചിത്രമുണ്ടായിരുന്നു. അതെടുത്തു വെച്ച് നോക്കുകയാണ് ഗോകുൽ. അന്നത്തെ ആ ഒരു ആക്സിഡൻറ്റിനെ പറ്റി വീണ്ടും ഓർക്കുകയാണ് ഗോകുൽ. നീ പോയത് മുതൽ നമ്മുടെ മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നോക്കുന്നതാണ് അവൾ, അർച്ചന. സ്വന്തം മകളെ പോലെ തന്നെയാണ് നമ്മുടെ മോളെ അവൾ നോക്കുന്നത്. ഇനിയിപ്പോൾ അവളെ നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അർച്ചന ഓർമ്മ തിരിച്ചു വന്നാൽ നമ്മളെയും വീടും വിട്ട് എന്നേക്കുമായി പോകും. ആ സ്നേഹം നഷ്ടപ്പെടുന്നത് നമ്മുടെ ഗൗരിമോള് എങ്ങനെ താങ്ങുമെന്ന് എനിക്ക് അറിയില്ല. അർച്ചന സ്വന്തം അമ്മയല്ലെന്ന് ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അഥവാ ഞാൻ പറഞ്ഞാൽ തന്നെ മോളത് വിശ്വസിക്കുമോ? നീ തന്നെ എനിക്കൊരു വഴി പറഞ്ഞതാ എന്നൊക്കെ സങ്കടത്തോടെ ഇസബല്ലയോട് സംസാരിക്കുകയാണ് ഗോകുൽ. ശേഷം കമല സച്ചിക്ക് ഭക്ഷണം എടുത്ത് വെക്കുന്നുണ്ട്. ഇനി പാതിരാത്രി വരെ വണ്ടി ഓടിക്കാൻ നിൽക്കേണ്ട, പകല് കിട്ടുന്ന ഓട്ടം മതിയെന്ന് കമല പറയുന്നു. സ്വന്തം കുടുംബം രക്ഷപ്പെടുത്താൻ ഇവിടെ ഒരുത്തൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ വേറെ ഒരുത്തൻ കുടുംബത്തിനെ കോടാലിയായിട്ട് മാറുന്നു. എടാ, നമ്മുടെ കുടുംബം അവൻ വെട്ടിക്കേറി നശിപ്പിക്കോ എന്ന് കമല. സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ലെന്ന് സച്ചി. അപ്പോൾ നമുക്കെതിരെ അവൻ സാക്ഷി പറയും അല്ലേ എന്ന് ആതിര പറയുന്നുണ്ട്. അറിയില്ല, അവൻ ഈ സിറ്റിയിൽ ഇല്ലെന്നാ തോന്നുന്നതെന്ന് സച്ചി. അതാര് പറഞ്ഞു? അവൻ പിന്നെ എവിടെ പോയെന്ന് കമല ചോദിക്കുന്നുണ്ട്. അവൻ ഇവിടെ ഇല്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്നെ കമല പറയുമ്പോൾ സച്ചി പറയുന്നു, അവൻ പുറത്തോട്ടങ്ങാണ്ട് പോയെന്ന് ആരോ പറയുന്നത് കേട്ടു. കൂടുതൽ അറിയില്ലെന്ന് സച്ചി. അവൻ പറഞ്ഞതുപോലെ വരികയും ചെയ്യും, നമ്മളെ ചതിക്കുകയും ചെയ്യും. ഇനി അതൊന്നും അവർ വിശ്വസിക്കേണ്ട എന്ന് ആതിര പറയുന്നുണ്ട്. അവൻ ഇവിടെ ഇല്ലെന്ന് പറയുന്നത് അവരുടെ ഒരു തന്ത്രം മാത്രമാണ് എന്ന് ആതിര പറയുന്നു. അനഘ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം. സച്ചി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ആരതി. സച്ചി അവിടേക്ക് വന്നു. സച്ചി ലേറ്റായത് എന്താ? ഞങ്ങൾ എത്ര നേരമായി നോക്കി നിൽക്കുന്നു എന്നറിയാമോ? എൻ്റെ സച്ചി, മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടാകുമെന്ന് തോന്നല്ലോ. സന്ദീപിൻ്റെ കാര്യം ഓർത്തിട്ടാണോ? സന്ദീപ് കോടതിയിൽ എന്ത് പറഞ്ഞാലും അത് പൊളിച്ചെടുക്കാനുള്ള രേഖ നമ്മുടെ കയ്യിലുണ്ടല്ലോ, പിന്നെന്താ പേടിക്കുന്നത്? ഇത് കേട്ട് സച്ചി പറയുന്നു, അതല്ല വക്കീലെ, സന്ദീപ് വരുമെന്ന് എനിക്ക് തോന്നില്ല. കുറച്ച് നാളായിട്ട് അവനെ കാണാനില്ലെന്നോ? പിന്നെ അവൻ എവിടെ പോയി എന്നാരതി? അതെനിക്കറിയില്ല. ആ മൂർത്തി പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് സച്ചി. ആരാ ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു ആരതി. അവന്തിക തന്നെ എന്ന് സച്ചി. അതെ എന്ന് പറഞ്ഞ് സച്ചി അവന്തിക റോഡിൽ തടഞ്ഞു നിർത്തി ഈ കാര്യം പറഞ്ഞ കാര്യം ആരതിയോട് പറയുന്നുണ്ട്. സത്യത്തിൽ അവൻ എന്താണ് സംഭവിച്ചത് എന്നറിയാത്ത ടെൻഷനിലാണ് ഞാൻ. അല്ല, ഇനിയിപ്പോൾ ഇതും അവന്തികയുടെ മറിമായോ ആയിരിക്കോ? സന്ദീപിനെ അവരെ ഒളിപ്പിച്ചതാണോ? ആരതി പറയുന്നു, അതിന് ഒരു കാരണവശാലും വഴിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവൻ ഈ കോടതിയിൽ ഹാജരാക്കും. വക്കീല് പറഞ്ഞതുപോലെയല്ല, ചിലപ്പോൾ അവനെന്തെങ്കിലും അപകടം സംഭവിച്ചോന്നാണ് എൻ്റെ പേടി. സന്ദീപിനെ അപകടപ്പെടുത്തിയത് അവന്തിക തന്നെ ആയിരിക്കും. എന്നിട്ട് എൻ്റെ മുന്നിൽ നാടകം കളിച്ചതാണെങ്കിലോ? എൻ്റെ അനിയൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ലെന്ന് സച്ചി. അവന്തിക തന്നെയാണ് ഒളിപ്പിച്ചത് എങ്കിൽ തീർച്ചയായും അവനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇനിയിപ്പോൾ അതല്ല, എന്തെങ്കിലും സന്ദീപിന് സംഭവിച്ചെങ്കിൽ ആദ്യം നമുക്ക് സന്ദീപ് വരുമോ നോക്കാം, എന്നിട്ട് ബാക്കി കാര്യം ആലോചിക്കാം എന്നൊക്കെ ആരതി പറയുന്നു. എന്തായാലും ഇത്രയും ദിവസം അവന്തികയുടെ അരികിലാണല്ലോ, അതുകൊണ്ട് അവനെ കാണാതായാലും എന്തെങ്കിലും സംഭവിച്ചാലും അവന്തിക തന്നെയായിരിക്കും മറുപടി പറയേണ്ടത് എന്നും ആരതി പറയുന്നു. കോടതി തുടങ്ങാറായി. സച്ചി വന്നേ എന്ന് പറഞ്ഞ് ആരതി സച്ചിയെ വിളിക്കുമ്പോൾ സച്ചിയാണെങ്കിൽ സന്ദീപിനെ കാണാത്തതിൻ്റെ ടെൻഷനിൽ നിൽക്കുന്നു. ഈ സമയം അവിടേക്ക് മൂർത്തിയും അവന്തികയും വരുന്നുണ്ട്. പിന്നെ അവരുടെ ആ വക്കീലും. സന്ദീപ് നമ്മുടെ കൈവിട്ട് പോയത് ഒരു നഷ്ടം തന്നെയാണ്, പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് അവന്തിക ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് വക്കീൽ. അവൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞിരുന്നെങ്കിൽ ഒരു ബലം വന്നേനെ എന്ന് അവന്തിക. പക്ഷേ എല്ലാം പൊളിച്ചെടുക്കാനുള്ള ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ വക്കീൽ. ആരതിയെ നിസ്സാരക്കാരിയായിട്ട് വിചാരിക്കരുതെന്ന് വക്കീൽ. സച്ചിയും ആ വക്കീൽ പെണ്ണും ഇന്ന് ഈ കോടതിക്ക് പടിയിറങ്ങുന്നത് തോറ്റു തൊപ്പിയിട്ടായിരിക്കണം എന്നൊക്കെ അവന്തിക പറയുന്നു. എന്നാൽ പിന്നെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ സച്ചിയും ആരതിയും സച്ചിയുടെ ഫ്രണ്ടും വന്നു നിൽക്കുന്നു. രാജീവും ഇതുപോലെ തന്നെ കോടതിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇന്നലെ സച്ചിയുടെ കേസ് എന്നിങ്ങനെ അളിയനോട് ഗോകുലിനോട് സംസാരിക്കുകയാണ് അവർ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.